ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, രജിസ്ട്രേഷൻ മറ്റൊരു ദിവസത്തേക്ക് വെക്കാം നമുക്ക്. അതെന്തു പറ്റി? അതൊക്കെ ഞാൻ പിന്നെ പറയാം മോളെ. എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. എന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ പോലെ. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഞാൻ ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിക്കാറുണ്ട്. പോകുന്ന കാര്യത്തിന് ഭഗവാന്റെ അടുത്തു നിന്നും ഏതെങ്കിലും വിധത്തിൽ മറുപടി കിട്ടുകയും ചെയ്യും. ഇന്ന് പക്ഷേ അതിനൊന്നും പറ്റിയില്ല. ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ പാവങ്ങളുടെ വേദന കാണുന്നയാളെന്നല്ലേ അർത്ഥം. ഇങ്ങനെ ഒരു കാര്യം ഭഗവാൻ ഇഷ്ടാവാതിരിക്കോ? സോണിയ, പെട്ടെന്ന് പോയി എല്ലാം റെഡിയാക്കിയിട്ട് വരാൻ നോക്ക്. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ശരി മേഡം. മോൾ ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുമ്പോ അമ്മയ്ക്ക് പേടിയാട്ടോ. കാരണം നാളെ ഈ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യേണ്ടി വരുന്നയാള് ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കല്ലേ. സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ എനിക്കിത് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ഇനിയിപ്പോ വേറൊന്നും ആലോചിക്കാനില്ല. ആ കുട്ടിയെ കൊണ്ട് തന്നെ പഠിപ്പിച്ചു നോക്കാം. ഓക്കെ ആയിരിക്കും സാർ. സത്യത്തിൽ ശ്യാമ മേഡം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. കുറച്ചു നാൾ മുമ്പ് ഒരു ചിത്രത്തിൽ ശ്യാമ മേഡത്തിനൊപ്പം ഈ കുട്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് ഗംഭീരമായിട്ടുണ്ട്. ഓ, അത് ശരി. ആ, എന്തോ ഒരു ചെറിയ കാര്യം കൊണ്ട് ആ പടം മുടങ്ങി കിടക്കുക. ആ പടവും പാട്ടും പുറത്തു വന്ന ഈ കുട്ടി ഒരു ചർച്ചാ വിഷയമാകുമെന്ന അവിടെ ഉണ്ടായിരുന്നത് പറഞ്ഞത്. അപ്പോ ഇത് വെറുതെ ഒരു വഴിവെട്ടി വന്നതല്ലേ? എന്തായാലും സാർ വാ, നമുക്ക് ആ കുട്ടിയോട് സംസാരിക്കാം. വാ വാ. എന്താ സർ? അല്ല, പ്രിയങ്കയുടെ കൂടെയുള്ള കുട്ടിയില്ലേ, രാധിക, ആ കുട്ടി എവിടെ പോയി? ഒരു അത്യാവശ്യ കാര്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് വിട്ടിരിക്കോ? എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ആ പെൺകുട്ടിയോട് നേരിട്ട് സംസാരിക്കേണ്ടതാ. വിളിക്കാൻ വരട്ടെ. എന്താ കാര്യം എന്നോട് പറയൂ. എന്റെ ജോലിക്കാരിയായി വന്ന ഒരാളിൽ നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് എന്റെ അടുത്തല്ലേ? അതിന് പ്രശ്നങ്ങളുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അല്ല സർ, ഞാൻ ഹലോ, രാധികയല്ലേ? അതെ. ആ, രാധിക, ഞാൻ ഡയറക്ടർ ജഗദീഷാണ്. പ്രിയങ്ക അഭിനയിക്കുന്ന ഫിലിമിന്റെ. ആ, മനസ്സിലായി സർ. എന്താ? രാധിക എപ്പോഴാണ് ഈ ലൊക്കേഷനിലേക്ക് എത്തുന്നത്? ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. എന്താ, എന്തെങ്കിലും കാര്യമുണ്ടോ? അയ്യോ, കാര്യമൊന്നുമില്ല. രാധിക പോയ കാര്യം കഴിഞ്ഞിട്ട് പതിയെ വന്നാ മതി. കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് പറയാം. എനിവേ, താങ്ക്സ്. എന്തിനാ സർ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത്? അത് കാര്യം അറിയുമ്പോ രാധികയ്ക്ക് മനസ്സിലാവും. രാധിക പെട്ടെന്ന് വന്നോളൂ. സാർ എന്തിനാ രാധികയോട് ഇത്ര റെസ്പെക്റ്റിലൊക്കെ സംസാരിക്കുന്നത്? രാധിക എന്റെ കൂടെ വന്നൊരായല്ലേ? അതുകൊണ്ട് എന്താ, നമ്മുടെ സെറ്റിൽ തന്നെ പലർക്കും പല ജോലിയല്ലേ. ഞാൻ ഇതിന്റെ ഡയറക്ടറാ. ഇവിടെ നമുക്ക് ഫുഡ് വിളമ്പി തരുന്ന ആളുണ്ട്. അയാളുടെ ജോലി ചെയ്യുന്നുണ്ട്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. പിന്നെന്താ ബഹുമാനിക്കാൻ തടസ്സം? അതല്ല സർ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കൂടെയുള്ളവരുടെ വലിപ്പം ചിലപ്പോ മനസ്സിലായില്ലെന്ന് വരും പ്രിയങ്ക. നമുക്ക് കാണാം. എന്താ മോളെ, ആരെ വിളിച്ചത്? ആ, അത് മ്യൂസിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാ. ഓ, ഞാനിന്ന് പേടിച്ചു പോയി.
എന്തിനാ പേടിക്കുന്ന? ആ, അല്ല മോളെന്തോ ടെൻഷൻ ഉണ്ടെന്ന് പറയുകയും ചെയ്തു, പെട്ടെന്ന് കോള് വരികയും ചെയ്തു, അല്ലാതെ ഒന്നുമില്ല. ഐശ്വര്യ മേഡം, അകത്തെല്ലാം റെഡിയാണ്, വിളിക്കുന്നുണ്ട്. മോളെ, അവര് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് ഒരു ഒപ്പ്, അത് കഴിഞ്ഞ് മോളെ ഇറങ്ങിക്കോ കേട്ടോ. വാ. ഇവിടെ ഒപ്പിട്ടോളൂ. ചെല്ലു മോളെ. സർ, രജിസ്ട്രേഷൻ മറ്റൊരു ദിവസത്തേക്ക് വെക്കാം നമുക്ക്. അതെന്തു പറ്റി? അതൊക്കെ ഞാൻ പിന്നെ പറയാം മോളെ. എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. സോണിയ,